താങ്ക് ഗോഡ്. സ്തോത്രം. അറിയല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് ഒരു ഭക്തനെ സംബന്ധിച്ച് ഏറെ വേദന ഉണ്ടാക്കുന്ന കാര്യം. ഒരു വലിയ കൂട്ടത്തിന് മധ്യത്തിലും ഒറ്റപ്പെട്ടു പോകുന്നു. മീൻസ് എല്ലാവരും ഉള്ളപ്പോഴും ആരും ഇല്ലാത്തവരായി മാറുന്നു, അല്ലെങ്കിൽ അവിധത്തിൽ ഒഴിവാക്കപ്പെടുന്നു. ആണേ, അതൊരു വേദനയാണ്. പറഞ്ഞറിയിക്കുവാൻ, മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത വേദന. അനുഭവിച്ച് തന്നെ അറിയണം. അവിധത്തിൽ അനുഭവിച്ച് ആ വേദന സഹിച്ച് കേൾക്കുന്നുണ്ട് അല്ലേ? ആ ഒഴിവാക്കലിലേക്കുള്ള പ്രോസസ് അതാ ഏറെ വേദനാജനകം അല്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും നമ്മളേറെ സ്നേഹിക്കുന്നവരും നമ്മളെ ഒഴിവാക്കുവാൻ വേണ്ടി പറയുന്ന കാരണങ്ങൾ, അതിനവർ കണ്ടെത്തുന്ന വഴികൾ, നമ്മെ മാറ്റിവിടുന്നു അല്ലെങ്കിൽ നമ്മെ ഒഴിവാക്കി അവർ പോകുന്നു എന്ന് മാത്രമല്ല, നമുക്കൊപ്പമുള്ളവരെ എല്ലാം ശത്രുക്കളാക്കി മാറ്റും. അതിന് തക്കവണ്ണമുള്ളത് അവർ പറയും, ചെയ്യും അല്ലേ പ്രിയരെ? ആ ജോലി സ്ഥലത്ത് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളേറെ സ്നേഹിച്ചവർ ഒരു പായിൽ കിടന്നുറങ്ങി ഒരു പാത്രത്തിൽ നിന്ന് ഉണ്ണുന്ന അവിധത്തിൽ ക്ലോസ് ആയവർ നിങ്ങളെ ഒഴിവാക്കുവാൻ വേണ്ടി പറഞ്ഞ കാരണങ്ങൾ, നിങ്ങൾ മനസ്സാ വാച കർമ്മണ അറിയാത്തത്, നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തത് പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞല്ലേ നിങ്ങളെ ഒഴിവാക്കിയത്? നിങ്ങളെ ഒഴിവാക്കുക മാത്രമാണോ? അവരും ഒഴിവാക്കി. നിങ്ങളെ അറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന മറ്റു പലരെയും നിങ്ങളുടെ കടുത്ത ശത്രുക്കളുമാക്കി മാറ്റി. ഇപ്പോൾ അതിനകത്ത് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയായി. ആണേ സഹോദരി, ആ മുറിക്കകത്ത് നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടി എന്തെല്ലാമാ പറയുന്നേ, എന്തെല്ലാമാ ചെയ്യുന്നേ. പരിഹാസവും അപവാദവും ചെയ്യാത്തത് പലതും പറഞ്ഞ് അതിനകത്തുള്ള മറ്റുള്ളവരുടെ ദൃഷ്ടിയിലെല്ലാം ഒരു വലിയ തെറ്റുകാരിയാക്കി അല്ലേ സഹോദര? ആണേ, ഉറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല, വല്ലാതെ ഭാരപ്പെടുക, ഡിസ്റ്റർബ് ചെയ്യുക. എന്തുകൊണ്ടാ? കാരണം സിമ്പിളാ. നീ അവരുടെ കൂട്ടത്തിൽ കൂടുന്നില്ല. അല്ല, നീ ആഗ്രഹിക്കുക അവരോടൊപ്പം ഒന്നിരിക്കാം, ആ കൂട്ടത്തിലൊന്ന് ചേർന്ന് നിൽക്കാം. പക്ഷെ ആഗ്രഹിച്ചാലും ഒരു പരിധിക്കപ്പുറം അവരുമായി നിനക്ക് ചേർന്ന് നിൽക്കുവാൻ, കൂട്ടുകൂടുവാൻ കഴിയുന്നില്ല. കാരണം നീ ഒരു ഭക്തനാ. അതേന്നേ, നിന്നെ ലോക മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരാക്കി തീർക്കുന്ന, അല്ലെങ്കിൽ ഭക്തനാക്കി തീർക്കുന്ന, ദൈവത്തിന് പ്രിയപ്പെട്ടവനാക്കി തീർക്കുന്ന ആദ്യ അടയാളം. ആഗ്രഹിച്ചാലും ലോകത്തിൻ്റെ വഴികളിൽ നിനക്ക് പോകാൻ പറ്റത്തില്ല. അതൊരു കുറ്റമല്ല, അതൊരു കുറവല്ല. ലോകം അതിനെ എങ്ങനെ കണ്ടാലും അതൊരു ഭാഗ്യമാണ്. നീ ദൈവത്തോട് ചേർന്നിരിക്കുന്നു. അതിന് കഴിയാത്തവർ സങ്കടപ്പെടട്ടെ, അതിന് കഴിയാത്തവർ ഭാരപ്പെടട്ടെ, അതിന് കഴിയാത്തവർ നിരാശപ്പെടട്ടെ. നീ നിരാശപ്പെടേണ്ടതില്ല സഹോദരി. ആ വീട്ടിനകത്ത് നിന്നെ ഇഷ്ടമില്ല നിന്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക്, ചില ബന്ധുക്കൾക്ക്. അതുകൊണ്ട് എന്തെല്ലാം പറയുന്നേ, അപവാദ കഥകൾ. നീ അറിഞ്ഞിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതും അവിടെ വെച്ച് കണ്ടു, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. എന്നാൽ നീയോ ആ വീട്ടിനകത്തുനിന്ന് പുറത്തിറങ്ങുന്നതുമില്ല. അവർ പറഞ്ഞ് നിന്നെ ഒഴിവാക്കുന്നു, നിന്നെ ഒതുക്കുന്നു. ആ വീട്ടിനകത്ത് എല്ലാവരും ഉള്ളപ്പോഴും ആരുമില്ലാത്തവളായി നീ മാറിയിരിക്കുന്നു. നിന്നോടാ സഹോദരി, വല്ലാത്ത വേദനയാ. അവരുടെ മധ്യത്തിൽ അവരിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. തീർന്നില്ല, നിന്റെ ഭർത്താവ് പോലും ഇപ്പോൾ ശത്രുവായി മാറിയിരിക്കുന്നു. ഈ ഇല്ലാ കഥകൾ കേട്ട് അവർ പറയുന്ന പല കാര്യങ്ങളും നിന്റെ ഭർത്താവിൻ്റെ ശത്രുവാക്കി നിന്നെ മാറ്റിയിരിക്കുന്നു. സഹോദര, നിന്നെ ഇഷ്ടമില്ലാത്ത ചിലർ പറയുന്ന വാക്കുകൾ എല്ലാവരുടെ മുമ്പിൽ മോശക്കാരനാക്കി നിന്നെ മാറ്റുന്നു. ചിലരുടെ ചിന്ത, നിനക്ക് വിരോധമായുള്ള ചില ആലോചനകൾ ഭാര്യയുടെ മുമ്പിൽ പോലും നിന്നെ കൊള്ളരുതാത്തവനാക്കി, മോശക്കാരാക്കി മാറ്റുന്നു. അതല്ലേ മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കൾ നിങ്ങളെ ഒഴിവാക്കുവാനായി പറയുന്ന കാരണങ്ങൾ? ചങ്ക് തകർന്നു പോവുക അല്ലേ? പറയുന്നത് പോട്ടെ, അങ്ങനെ ചിന്തിക്കുവാൻ കഴിയുമോ? ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മകനെക്കുറിച്ച്, എൻ്റെ മകളെക്കുറിച്ച് മാതാവേ നീ കരയുക. പറഞ്ഞ് പലതും പറഞ്ഞ് മക്കളെ തെറ്റിക്കുന്നു, മക്കളെ ശത്രുക്കളാക്കി മാറ്റുന്നു. എന്ത് സ്നേഹമായിരുന്നല്ലേ, ഇന്ന് ശത്രുക്കളായി മാറി. അവരെ തെറ്റിക്കുവാൻ തക്കവണ്ണം പറഞ്ഞത് മറ്റുള്ളവരുടെ മുമ്പിലും സമൂഹത്തിലുമൊക്കെ നിന്നെ വലിയ കുറ്റക്കാരിയാക്കി മാറ്റി. അതേ, അവിധത്തിൽ കേൾക്കുന്നുണ്ട്, നിരാശയോടെ, വേദനയോടെ. തലമുറകൾ അകന്നുപോയ വേദന ഒരു ഭാഗത്ത്, അതിന് കാരണമായി പറഞ്ഞ് കേട്ട് മറ്റുള്ളവർ അറിഞ്ഞ കാരണങ്ങൾ
നിന്നയും അപമാനവുമായി മറ്റൊരു ഭാഗത്ത് എന്തിനിങ്ങനെ ജീവിക്കുന്നു എന്ന് പോലും ചിന്തിച്ച് ആ കോളേജിൽ നിന്ന്, ആ സ്കൂളിൽ നിന്ന് നിന്റെ കൂട്ടുകാർ, നിനക്കൊപ്പമുള്ളവർ നിങ്ങളെ ഒഴിവാക്കുവാൻ പറഞ്ഞ കാരണങ്ങൾ, ആ വിവാഹത്തിൽ നിന്ന് മാറിപ്പോകുവാൻ എല്ലാം ഉറച്ചതാ, അവർ പറഞ്ഞ കാരണങ്ങൾ എന്നെ തകർത്ത് കളഞ്ഞില്ലേ? ആ വേദന പറഞ്ഞു തരേണ്ടതില്ലല്ലോ. എത്ര ഉത്തരം കിട്ടിയാലും മതിയാകത്തില്ല. എന്തുകൊണ്ടാ? ഞാൻ ആർക്ക് എന്ത് ദ്രോഹം ചെയ്യുന്നു? എല്ലാവർക്കും നല്ലതല്ലേ ചെയ്തിട്ടുള്ളൂ, അല്ലേ? ഭക്തൻ അങ്ങനെയാ, ആർക്കും അവന് ദ്രോഹം ചെയ്യുവാൻ കഴിയത്തില്ല. ഇനി ആർക്കെങ്കിലും ദ്രോഹം ചെയ്യുവാൻ കഴിയുന്നു എന്നിട്ട് നിങ്ങളുടെ പേര് ഭക്തൻ എന്നാണെങ്കിൽ, വിശ്വാസി എന്നാണെങ്കിൽ, നിങ്ങൾക്ക് ആ പേരണിയുവാൻ യോഗ്യതയില്ല. നിങ്ങൾ ആർക്കെങ്കിലും ദ്രോഹം ചെയ്യുന്നു, അവർക്ക് ഉപദ്രവം ചെയ്യുന്നുവെങ്കിൽ അവർ ഒരുപക്ഷെ നിങ്ങളെ ദ്രോഹിക്കുന്നുണ്ടായിരിക്കാം, ഉപദ്രവിക്കുന്നുണ്ടായിരിക്കാം. എങ്കിൽ പോലും തിരിച്ച് അവരെ ദ്രോഹിക്കുവാനും ഉപദ്രവിക്കുവാനും ഉള്ളവരല്ല വിശ്വാസി ഭക്തൻ. കാരണം അത് വേറെ. അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. ഇന്ന് എന്നെ കേൾക്കുന്ന ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും സ്വന്തം ബന്ധങ്ങൾ പോലും ഒഴിവാക്കിയ, ഒറ്റപ്പെടുത്തിയ ചിലർ സന്തോഷിക്കുവാൻ പോകുക. ഓ സ്തോത്രം! എങ്ങനെ പറ്റുമെന്നോ? അതേന്നേ, നിങ്ങൾ സന്തോഷിക്കുവാൻ പോകുക. വിശ്വസിക്കുന്നവർ രാമൻ പറഞ്ഞ് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫറവോൻ ഈ കാര്യം കേട്ടാറെ മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു. മോശ ഫറവോന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് ചെന്ന് പാർത്തു. ഒഴിവാക്കപ്പെടുന്ന, ഓടി ഒളിക്കപ്പെടുന്ന ഭക്തൻ. പലരുടെയും ഓട്ടം കാണുമ്പോൾ ലോകവും നമ്മളും ചിന്തിക്കാറുണ്ട്, പറയാറുണ്ട്, കയ്യിലിരിപ്പിൻ്റെ കൊണമ, അല്ലേ? പലരുടെ ഓട്ടത്തിന് കാരണം അതാ. എന്നാൽ ഭക്തന്റെ ഓട്ടത്തിന് പിന്നിലെ കാരണം അതല്ല. ഇവിടെ ഓടുന്നത് മറ്റാരുമല്ല, വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്ന ശക്തന്മാരായ ഭക്തന്മാരിൽ ഒരുവൻ മോശെ. ഓട്ടത്തിനുള്ള കാരണം എന്താണ്? 2-ാം അധ്യായം 11-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ നിങ്ങൾക്കവിടെ കാണുവാനായിട്ട് കഴിയും. തൻ്റെ സഹോദരങ്ങൾ മിസ്രീമ്യരാൽ ഉപദ്രവിക്കപ്പെടുന്നത് കണ്ട് സഹിക്കുവാൻ കഴിയാതായ ഭക്തൻ മിസ്രീമ്യരെ കൊന്ന് തൻ്റെ സഹോദരങ്ങളെ രക്ഷിക്കുന്നു. കേൾക്കണമേ, മിസ്രീമ്യരെ കൊന്ന് അവരുടെ ഉപദ്രവത്തിൽ നിന്ന്, അവരുടെ പീഡയിൽ നിന്ന് തൻ്റെ സഹോദരങ്ങളെ രക്ഷിക്കുന്നു. ഫലമെന്താ? ഭക്തൻ ഓടിപ്പോകേണ്ടി വരുന്നു. എവിടെ നിന്ന്? എങ്ങോട്ടേക്ക്? കൊട്ടാരത്തിൽ നിന്ന് ഒരു ആട്ടിടയനായി മരുഭൂമിയിൽ അലയുന്നവനായി മാറി. അതേ, സഹായിക്കുവാൻ പോയതാ, അല്ലേ? എല്ലാം ഉണ്ടായിരുന്നു. ഓ, സന്തോഷമായി, സമാധാനമായി, സ്വസ്ഥമായി ആ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരുന്നതാ. സഹായിക്കാൻ പോയതാ. നാട്ടിൽ ജോലിയും കൂലിയില്ലാതെ നടന്നതിനെ പിടിച്ചോണ്ട് പോയി അവിടെ ആ സ്ഥാപനത്തിൽ, നീ രാജാവിനെ പോലെ ജീവിച്ച ആ സ്ഥാപനത്തിൽ ജോലി കൊടുത്തു. ഇപ്പോൾ രാജാവിനെ പോലെ കഴിയുന്നുണ്ട്. ആരാ? നീ കൊണ്ടുപോയ, അല്ലേ? അന്നേ സഹോദരി പറഞ്ഞതാ, സഹോദര നിന്നോട് പറഞ്ഞില്ലേ ചേട്ടാ, ഇതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല, നിങ്ങൾക്ക് അവരെയൊന്നും അറിയത്തില്ല. സഹോദരി പറഞ്ഞതാണ്. സഹോദരൻ മറന്നുപോയി കാണും. പറഞ്ഞതാ. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ കൊണ്ടുപോയതാ. ഇന്ന് അലയുകയാ. എല്ലാം നഷ്ടപ്പെട്ട്, ഒപ്പമുള്ളവർക്കും വേണ്ടപ്പെട്ടവർക്കും വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയാതെ, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ കഴിയാതെ, സ്വന്തം ഭവനമെന്ന ആ ആഗ്രഹം പൂർത്തീകരിക്കുവാൻ കഴിയാതെ വല്ലാത്തൊരവസ്ഥയാ സഹോദരി. അധ്വാനിച്ചതെല്ലാം നീണ്ട വർഷങ്ങൾ പ്രിയപ്പെട്ടവരെയും വേണ്ടപ്പെട്ടവരെയും ഒക്കെ വിട്ട് അടിമവേല ചെയ്തു. അധ്വാനിച്ച നന്മയെല്ലാം അയ്യോ എൻ്റെ സഹോദരങ്ങളാ, എൻ്റെ ബന്ധുക്കളാ, എൻ്റെ പറയണ്ടല്ലോ, അയച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. ഇപ്പോഴോ കയ്യിൽ വല്ലതും ഉണ്ടോ? അയച്ചു കൊടുത്ത് വാങ്ങിയവരൊക്കെ സന്തോഷമായിരിപ്പുണ്ട്. നീയോ? പലരുടെ മുമ്പിലൊന്ന് സഹായം ചോദിക്കുവാൻ പോലും കഴിയാതെ തലകുനിക്കപ്പെട്ടവളായി, അധ്വാന ഫലവും നല്ല സമയവും നഷ്ടപ്പെട്ട് ഓടിക്കപ്പെടുക. മോശയെ പോലെ. അതല്ലേ ശുശ്രൂഷക? സഹായിക്കുവാൻ നോക്കിയതാ, ഒന്ന് കൈത്താങ്ങി രക്ഷപ്പെടുത്തി എടുക്കണം. വലിച്ചകത്ത് കയറ്റി അകത്തുണ്ടായിരുന്ന എല്ലാത്തിനെയും കൊണ്ട് എന്തൊരു പോക്കായിരുന്നു, അല്ലേ? ഒന്നും പറയണ്ട, പറഞ്ഞിട്ടൊരു കാര്യവുമില്ല, അല്ലേ? അല്ല, കാര്യമുണ്ട്. നോക്കിയേ, ഭക്തരെ മോശ അവരെ ഓടിച്ചു വിടുന്നതേ അവർ മോശക്കാരായതുകൊണ്ടല്ല. അവർ മോശക്കാരാണെങ്കിൽ മോശയുടെ സഹോദരങ്ങളും തൻ്റെ സ്വന്തം ജനവും, അതായത് ദൈവത്തിൻ്റെ ജനവും
മോശക്കാരാണെങ്കിൽ അവർ കരഞ്ഞപ്പോൾ, അവർ നിലവിളിച്ചപ്പോൾ, അവരുടെ കണ്ണുനീർ കണ്ട് അവരുടെ നിലവിളി കേട്ട് ദൈവം ഇറങ്ങി വരുമോ? വരത്തില്ല. പക്ഷേ ദൈവം ഇറങ്ങി വന്നു. അർത്ഥം അവർ മോശക്കാരല്ല. പിന്നെ മോശക്കാരനാണോ? ഒരിക്കലുമല്ല. മോശയും മോശക്കാരനല്ല. നിങ്ങൾ ഭക്തരായതുകൊണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഉപവസിക്കുന്നവരും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരുമായതുകൊണ്ട് ദൈവത്തിന് നിങ്ങളെക്കൊണ്ട് ആവശ്യം ഉണ്ട്. മോശെ അവൻ്റെ സഹോദരങ്ങൾക്കൊപ്പം നിൽക്കുവാനുള്ളവനല്ല, മറിച്ച് അവരെ മുന്നിൽ നിന്ന് നയിക്കുവാനുള്ളവനാണ്. അർത്ഥം ആ കൂട്ടത്തിലല്ല മോശയുടെ സ്ഥാനം. എന്നെ കേൾക്കുന്ന വാക്തത്വമുള്ള, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് പലതിനും പിന്നാലെ ഇറങ്ങിത്തിരിച്ച സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, കേൾക്ക്. നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ശബ്ദമാണ്. നിങ്ങൾ ആ കൂട്ടത്തിനൊപ്പം നിൽക്കുവാനുള്ളവരല്ല, മറിച്ച് ആ കൂട്ടത്തിന് മുൻപിൽ നടക്കുവാനുള്ളവരാ. ഓ താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് മോശ ആ കൂട്ടത്തിന് പുറത്തായി, സഹോദരന്മാരുടെ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിന് പുറത്തായി ദൈവത്തെ കണ്ടു, അവൻ്റെ ശബ്ദം കേട്ടു. എവിടെ? ഹെറോബിൽ. ശ്രദ്ധിക്കണമേ, നിങ്ങളോട് സംസാരിക്കുവാൻ എൻ്റെ അപ്പൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ പിതാവ് ആഗ്രഹിക്കുന്നുണ്ട്, സർവശക്തനായ ദൈവം നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നീ പ്രാർത്ഥിച്ചതും ഉപവസിച്ചതും ആരാധിച്ചതും കാത്തിരുന്നതും വെറുതെയല്ല. ദൈവം നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ അത്ഭുതം നീ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ദൈവദാസനെ, ഞാൻ ആയിരിക്കുന്ന സ്ഥാനത്ത് എൻ്റെ ബന്ധുക്കളുടെ മധ്യത്തിൽ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ മധ്യത്തിൽ, എനിക്കൊപ്പമുള്ളവരുടെ മധ്യത്തിൽ അവിടെ നിർത്തി അവൻ എന്നോട് സംസാരിച്ചാൽ പോരെയോ? അവൻ്റെ അത്ഭുതങ്ങൾ എന്നെ കാണിച്ചാൽ പോരെയോ? പോരാ. അവിടെ നിന്റെ ചെവി ലോകത്തിലേക്ക് തുറന്നിരിക്കും. ശ്രദ്ധിച്ചേ, ഒപ്പം എല്ലാവരും ഉള്ളപ്പോൾ, ബന്ധുക്കളും സുഹൃത്തുക്കളും സ്നേഹിതന്മാരും എല്ലാവരും ഉള്ളപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ സമയം ഉണ്ടാകാറുണ്ടോ? ഇല്ലെന്നേ. ലോകത്തിലേക്കാ ചെവി തുറന്നു വച്ചിരിക്കുന്നേ. എപ്പോഴും ഫോൺ വിളിയാണ്, മെസ്സേജാണ്, കുറച്ച് മുമ്പാണെങ്കിൽ ലെറ്ററാണ്. കാത്തു നിൽക്കുക ഫോൺ വിളിച്ച് സംസാരിക്കുവാൻ വേണ്ടി ബന്ധുക്കളും പ്രിയപ്പെട്ടവരും ചാർച്ചക്കാരും. ഒരു ഇൻ്റർവെൽ കഴിയുമ്പോൾ അടുത്ത ഫോൺ കോളിനായുള്ള കാത്തിരിപ്പാ. അയ്യോ, എൻ്റെ ഭാര്യ എന്നെ വിളിക്കും, എൻ്റെ മക്കൾ എന്നെ വിളിക്കും, എൻ്റെ ബന്ധുക്കൾ വിളിക്കും, കൂട്ടുകാർ വിളിക്കും, ചാർച്ചക്കാർ വിളിക്കും. അവിടെ എന്തായോ എന്തോ. നിന്നെ അവിടെ എത്തിച്ച ദൈവത്തെക്കുറിച്ച് വല്ല ചിന്തയുണ്ട്? എവിടെ? അത്ഭുതം കാണുവാൻ, അതിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ വലിയ കൂട്ടത്തിന് മധ്യത്തിൽ കഴിയത്തില്ല. സഹോദരന്മാരെല്ലാം ഉണ്ട്. മോശ എന്താ ചെയ്യുന്നേ? സഹോദരന്മാരെ രക്ഷിക്കുവാൻ വേണ്ടി ഒരുത്തനെ ചവിട്ടിക്കൊല്ലുകയാ. ജഡത്തിൻ്റെ പ്രവൃത്തിയാ. ഒപ്പം എല്ലാവരും ഉണ്ടെങ്കിൽ വെളിപ്പെടുന്നതേ ജഡത്തിൻ്റെ പ്രവൃത്തിയാ. ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടത്തില്ല. എന്നാൽ ആരുമില്ലാതായി തീരുമ്പോൾ നിന്റെ ചെവി സ്വർഗത്തിലേക്ക് തുറക്കും, നിന്റെ കണ്ണുകൾ ഉയരത്തിലേക്ക് നോക്കും. സർവശക്തനായ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, ആ ദൈവത്തെ കാണുവാൻ, അതേ നിന്റെ നോട്ടത്തിനായി കർത്താവ് വെയിറ്റ് ചെയ്യുക. നിന്റെ ചെവിയുടെ ശ്രദ്ധയ്ക്കായി കർത്താവ് വെയിറ്റ് ചെയ്യുക. അവങ്കിലേക്ക് നോക്ക്, ചെവി അവങ്കിലേക്ക് തുറക്ക്. എൻ്റെ കർത്താവിന് നിന്നോട് സംസാരിക്കുവാനുണ്ട്. ആ കൂട്ടത്തിന് മുമ്പിൽ നിന്നെ നിർത്തുവാൻ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിന്നെ ഓടിച്ചവർ നിന്റെ വാക്ക് കേട്ട് നിന്റെ പിന്നാലെ വരുവാൻ തക്കവണ്ണം ആ കൂട്ടത്തിന് മുൻപിൽ നിന്നെ നിർത്തുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. സഹോദര, സഹോദരി, ആ ജോലി സ്ഥലത്ത് നിന്നെ ഒഴിവാക്കുവാൻ പലതും പറഞ്ഞവർ, നീ മനസ്സാ വാച കർമ്മണ അറിയാത്ത പലതും പറഞ്ഞ്, നീ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നിന്നെ ഓടിച്ച, നിന്നെ ഒറ്റപ്പെടുത്തിയ, നിന്നെ അപമാനിച്ച, ഒപ്പമുള്ളവരുടെ എല്ലാം ശത്രുവാക്കി നിന്നെ മാറ്റിയ, അതേ അവർ നിന്റെ വാക്കിന് ചെവി തരുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ ആ സ്ഥാപനത്തിൽ നിന്റെ വാക്കുകൾക്ക് വിലയുണ്ടാകുവാൻ പോകുക. സഹോദര, ആ ജോലി സ്ഥലത്ത് നിന്റെ വാക്കുകൾക്ക് വിലയുണ്ടാകുവാൻ പോകുക. ഇനി നീ വായടച്ച് തലകുനിച്ച് നിൽക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഓ താങ്ക് ഗോഡ്. നീ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ തയ്യാറാകുമ്പോൾ, അവൻ്റെ അത്ഭുതം അനുഭവിക്കുവാൻ തയ്യാറാകുമ്പോൾ, ഓടിച്ചവർ നിന്റെ വാക്ക് കേട്ട് നിന്റെ പിന്നാലെ വരുവാൻ തുടങ്ങും. അമ്മേൻ. തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. അതിനകത്ത് നിന്റെ പൊസിഷൻ മാറുക. പ്രാർത്ഥിക്കുക സഹോദര, സഹോദരി, പ്രാർത്ഥിക്കുക. ആ ഒഴിവാക്കുവാൻ നോക്കിയവർ, ആ റൂമിനകത്തു നിന്ന് തന്നെ പുകച്ചു പുറത്ത് ചാടിക്കുവാൻ നോക്കിയവർ നിനക്കൊപ്പം ചേർന്ന് നിൽക്കുവാൻ പോകുക. നിന്നിലൂടെ മോശയിലൂടെ
ഓടിച്ച സഹോദരങ്ങൾ ഫറവോന്റെയും മിസ്രീമിയ ശക്തികളുടെയും ബന്ധനത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ നിന്നിലൂടെ പ്രാർത്ഥിക്കുന്ന നിന്നിലൂടെ നിന്റെ റൂംമേറ്റ്സ് ദൈവത്തിൻ്റെ പ്രവൃത്തി അനുഭവിക്കുവാൻ പോകുക. സഹോദരി സഹോദര, പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുന്ന അനുഭവിക്കുന്ന നിന്നിലൂടെ ദൈവ പ്രവൃത്തി ഒപ്പമുള്ളവർ അനുഭവിക്കുവാൻ പോകുക. നീ കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയാ. എൻ്റെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ഞാൻ പറയുന്നത്, എൻ്റെ കർത്താവിനെ കുറിച്ച് പറയുന്നത് കേൾക്കുവാൻ ഒപ്പമുള്ളവർ തയ്യാറാകണം. അതെ, അതിന് തക്കവണ്ണം മോശെ തൻ്റെ ജനത്തിൻ്റെ മധ്യത്തിലേക്ക് മടക്കി വരുത്തിയ ദൈവം ഓടിച്ചു വിട്ടവരുടെ മധ്യത്തിലേക്ക്, ഓടിപ്പോക്കലിന് കാരണമായവരുടെ മധ്യത്തിലേക്ക് മടക്കി വരുത്തിയ ദൈവം നിന്നെ മടക്കി വരുത്തിയ ചിലരുടെ മുമ്പിൽ നിന്ന് പറയുവാൻ തക്കവണ്ണം നീ പ്രാർത്ഥിച്ചാൽ, നീ ആരാധിച്ചാൽ, എൻ്റെ ദൈവത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് കേട്ട് സ്തോത്രം, അവന്റെ വചനം അനുസരിച്ച് ജീവിച്ചാൽ നിന്റെ ജീവിതം മാറുമെന്ന് ചിലരെ നോക്കി നീ പറയുവാൻ പോവുക. ആമേൻ. മുകളിലേക്ക് നോക്കിയല്ല, താഴേക്ക് നോക്കി നിന്റെ മുൻപിൽ മുട്ടുകുത്തി നിൽക്കുന്ന ചിലരെ നോക്കി ദൂതാ സഹോദരി, നിന്റെ മുമ്പിൽ കരഞ്ഞു തളർന്ന് ജീവിതം തന്നെ നഷ്ടപ്പെട്ട് മുട്ടുകുത്തി നിൽക്കുന്ന ചിലരെ നോക്കി നീ സംസാരിക്കുവാൻ പോകുക. എൻ്റെ കർത്താവിനെ കുറിച്ച് നീ പറയുവാൻ പോകുക. നീ പ്രാർത്ഥിച്ചപ്പോൾ, നീ ബൈബിൾ വായിക്കുന്നത് കണ്ടപ്പോൾ നിന്നെ ഓടിച്ചവർ ശ്രദ്ധയോടെ അത് കേൾക്കുവാൻ പോകുക. മോശയുടെ പ്രവൃത്തി കണ്ടിട്ടെ, സഹോദരന്മാരെ രക്ഷിക്കുവാനുള്ള പ്രവൃത്തി കണ്ടിട്ടെ, അവനെ പുറത്താക്കുവാനുള്ള ഒരു ആയുധമാക്കി അതിനെ ഉപയോഗിച്ചവർ അവൻ്റെ വാക്ക് കേട്ട് ആട്ടിൻ കൂട്ടത്തെ പോലെ പിന്നാലെ പോയി. സഹോദര, നിന്റെ വാക്ക് കേട്ട് ചിലർ നിനക്കൊപ്പം നിൽക്കുവാൻ പോകുക. ആമേൻ. നിന്റെ വാക്ക് കേട്ട് ചിലർ നിനക്കൊപ്പം നിൽക്കുവാൻ പോകുക. അതിനകത്തുള്ള ഒത്തിരി പേർക്ക് വേണ്ടി നീ പ്രയോജനപ്പെടുവാൻ പോകുക. നിന്നെ മാറ്റി നിർത്തിയ, നിന്നെ കൊള്ളാത്തവനെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഭർത്താവ് എനിക്കെന്തിനാ, ഇങ്ങനെ ഒരു മകൻ ചോദിച്ച സമയത്ത്, അവർ പ്രതീക്ഷിച്ച സമയത്ത് കിട്ടാത്തത് കൊണ്ടാണ്. അന്ന് വരെ നീ കൊടുത്തതും ചെയ്തതും എല്ലാം വെറുതെയായി. പിന്നെ നിന്ന കുറ്റപ്പെടുത്തൽ, ഓരോ മെസ്സേജുകളിലും ഓരോ ഫോൺ കോളുകളിലും കുറ്റപ്പെടുത്തലാ. ഓരോ വരിക്കിടയിലും മുറിപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തൽ കാണുവാൻ കഴിയും. അതേ, അവർക്ക് അനുഗ്രഹമായി നീ മാറുവാൻ പോകുക. അവർക്ക് പ്രതീക്ഷിക്കുന്നതിനപ്പുറം നൽകി, അവർക്ക് അനുഗ്രഹമായി നീ മാറുവാൻ പോകുക. മോശയെ മടക്കി വരുത്തി ആ ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം പ്രയോജനപ്പെടുത്തിയ ദൈവം അതേ സഹോദര നിന്നെ പ്രയോജനപ്പെടുത്തുക. സ്തോത്രം. നിന്റെ കുടുംബത്തിൻ്റെ, നിനക്കൊപ്പമുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടത് നൽകി അവരെ ഇന്നായിരിക്കുന്ന ഈ ഇല്ലായ്മയിൽ നിന്ന്, ഒന്നിനും കഴിയാത്ത അവസ്ഥയിൽ നിന്ന്, ബാധ്യതയിൽ നിന്ന്, ബാധിപ്പിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ പോകുക. താങ്ക് ഗോഡ്. ഒറ്റയ്ക്കാക്കിയതേ, നീ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ് തളരുവാനല്ല, അപ്പന് നിന്നോടൊപ്പം നിന്ന് സംസാരിക്കുവാൻ, നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ. അതേ സഹോദരി, അതിനകത്തെ, ആ ഭവനത്തിനകത്തെ നീ ആ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതേ, നീ ഒറ്റയ്ക്കായി ആത്മഹത്യ ചെയ്തു ഒടുങ്ങിപ്പോകുവാനല്ല, ഭ്രാന്തിയായി തീരുവാനല്ല. എൻ്റെ അപ്പന് ചിലത് നിന്നോട് സംസാരിക്കുവാനുണ്ട്. നിന്നെ അവിടെ അയച്ചതേ, ആ ഭവനത്തിനകത്ത് നിന്നെ കൊണ്ടുവന്നാക്കിയതേ. നീ പലരുടെയും ജീവിതം കാണുമ്പോൾ സന്തോഷത്തോടെ അയ്യോ കൊള്ളാമല്ലോ, അങ്ങനെ സന്തോഷിക്കുവാനല്ല, നിനക്കതിനകത്ത് ചിലത് ചെയ്യുവാനുണ്ട്. ആ കുടുംബം നിന്നിലൂടെ അറിയേണ്ടതുപോലെ ദൈവത്തെ അറിയുവാൻ പോകുക. സഹോദരി, നിന്നോട് തന്നെ ഇങ്ങനെ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. ഞങ്ങളെല്ലാം ഒരുമിച്ച് ശ്രമിച്ചിട്ടും ഇവളെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ആ വിധത്തിൽ ഇവളെ ശക്തയാക്കിയ ദൈവം, താങ്ക് ഗോഡ്, ഇവൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ച ദൈവം, ആ ദൈവത്തെക്കുറിച്ച് നിന്നെ ഓടിക്കുവാൻ ശ്രമിക്കുന്നവർ പറയുവാൻ പോകുക. നീ ആ കുടുംബത്തിന് പ്രയോജനപ്പെടുവാൻ പോകുക. താങ്ക് ഗോഡ്. നിന്റെ ഭർത്താവിന് നീ പ്രയോജനപ്പെടുവാൻ പോകുക. അവരുടെ കൂട്ടത്തിലല്ല, ആ പരദൂഷണം പറയുന്ന, അപവാദം പറയുന്ന, ലോകത്തിൽ കാണുന്നതിനെല്ലാം കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന, പലരുടെയും ഉറക്കം കെടുത്തുന്ന ആ കൂട്ടത്തിനൊപ്പം ചേർന്ന് നിൽക്കുവാനല്ല, അവരുടെ മുമ്പിൽ നിന്ന് അവരോട് ചിലത് അധികാരത്തോടെ സംസാരിക്കുവാൻ, മുറിപ്പെടുത്തുന്ന, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്ന ചിലരോട് അധികാരത്തോടെ സംസാരിക്കുവാൻ എൻ്റെ കർത്താവ് നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവസന്നിധിയിൽ ഇരിക്കെ പ്രാർത്ഥിക്ക് സഹോദരി, ദൈവസന്നിധിയിൽ ഇരിക്കെ പ്രാർത്ഥിക്ക്. എൻ്റെ അപ്പന് നിന്നോട് സംസാരിക്കേണ്ടതുണ്ട്. അവൻ്റെ ശക്തി വൈഭവത്തെ നിന്നിലൂടെ പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. അതേ സഹോദര, ദൈവസന്നിധിയിൽ ഇരിക്കെ. സ്തോത്രം. എൻ്റെ കർത്താവിന് നിന്നിലൂടെ ചിലത് ചെയ്തെടുക്കുവാനുണ്ട്. നീ ആയിരിക്കുന്ന ആ കൂട്ടത്തിന് മധ്യത്തിൽ. സ്തോത്രം.
തൻ്റെ ജനമെന്ന് പേര് കേട്ടവരുടെ മധ്യത്തിൽ നിന്നിലൂടെ ദൈവത്തിന് ചിലത് ചെയ്തെടുക്കുവാനുണ്ട്. അതിനായി കർത്താവ് ആ കൂട്ടത്തിൽ ഒരുവനായല്ല, ആ കൂട്ടത്തിൽ നിന്ന് പുറത്ത് മുൻപിൽ നിന്നെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. തളർന്നു പോകരുതേ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. മാതാവേ, പിതാവേ, മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഇനിയും ചെയ്യേണ്ട പലതുമുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച നിലകളിൽ അവർ എത്തിയിട്ടില്ല. ആ വാഗ്ദത്തത്തെ കടമുഴക്കുവാൻ തക്കവണ്ണം, നിങ്ങളുടെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെ ഫലമായി അവരെത്തേണ്ട സ്ഥാനങ്ങളിൽ എത്താതിരിക്കുവാൻ തക്കവണ്ണം ശത്രുവായവൻ നിങ്ങളെയും അവരെയും തമ്മിൽ തെറ്റിക്കുന്നു. തലമുറകളെ നിങ്ങൾക്ക് കൊള്ളാത്തവരാക്കി, മാതാപിതാക്കളോട് സ്നേഹമില്ലാത്തവരാക്കി, ലോക വഴികളിൽ ഓടിച്ച് മദ്യത്തിലും മയക്കുമരുന്നിലും കൂട്ടുകെട്ടുകളിലും പിടിക്കപ്പെട്ടവരാക്കി മാറ്റിയിരിക്കുന്നു. മടുത്തു പോകരുതേ. ഈ ഒറ്റപ്പെടൽ പ്രാർത്ഥിച്ച് നിന്റെ തലമുറകളെ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുവാൻ വേണ്ടിയ മിസ്രീമി അടിമത്വത്തിൽ നിന്ന്, അതെ, അവരുടെ നന്മകൾ കവരുന്ന, അവരുടെ അധ്വാന ഫലത്തെ കവരുന്ന, അവരുടെ സന്തോഷത്തെ കവരുന്ന, അവരെ അടിമകളാക്കി തീർക്കുന്ന പലതിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയ, കൂട്ടുകെട്ടുകളിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയ നിന്നെ മുൻപിൽ നിർത്തി കർത്താവ് അവരെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. പ്രാർത്ഥിക്ക്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്ക്. നീ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ദൈവ പ്രവൃത്തിയുടെ അത്ഭുതം നീ അനുഭവിച്ച് നിന്നിലൂടെ ദൈവം അവരുടെ മധ്യത്തിൽ പ്രവർത്തിക്കുവാൻ പോകുക. ഇനിയും നീ പറയുന്നത് അവർ കേൾക്കും. അയ്യോ ദൈവദാസനെ, എൻ്റെ നല്ല സമയം കഴിഞ്ഞു, എന്നെ കൊണ്ട് എൻ്റെ മക്കൾക്ക് ഇപ്പോൾ പഴയതുപോലെ പ്രയോജനമില്ല. അതെ, 40 വയസ്സിൽ ഭയങ്കര പ്രയോജനമായിരുന്നു. പറഞ്ഞു തീരുന്നുമ്പേ ചവിട്ടിക്കൊന്ന് ഭയങ്കര പ്രയോജനമായിരുന്നു. പക്ഷേ ഒഴിവാക്കപ്പെട്ടു. 80-ൽ ലോകം പറയും ഇനി ഇവനെ കൊണ്ട് എന്ത് കാര്യം. പക്ഷെ കർത്താവ് പറയും ഇനിയാണ് നീ പ്രയോജനപ്പെടാൻ പോകുന്നത്. മാതാവേ, പിതാവേ, ഇനിയാണ് നിങ്ങൾ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ പോകുന്നത്. നിങ്ങളുടെ ദേശത്തിന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടുവാൻ പോകുന്നത്. നിങ്ങളുടെ തലമുറകളെ അവകാശമാക്കി വച്ചിരിക്കുന്ന അനേകരെ തകർത്ത് നിങ്ങളുടെ തലമുറകളെ നിങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. ആമേൻ. ആ രോഗത്തെ തകർത്ത് സ്തോത്രം. ആമേൻ. രോഗം വന്നപ്പോൾ എല്ലാവരും ഒറ്റപ്പെടുത്തി. കൂടെ നിൽക്കുവാൻ ആരുമില്ല, നല്ലത് പറയുവാനും ആശ്വസിപ്പിക്കുവാനും ആരുമില്ല. നീ ആ രോഗത്തെ തകർക്കുവാൻ പോകുക. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം ഘടിതലായി ചലിക്കുക. ഓ താങ്ക് ഗോഡ്. ആ രോഗം നിനക്ക് മുമ്പിൽ തകർക്കപ്പെടുക. ആ രോഗത്തെ നീ തോൽപ്പിക്കുവാൻ പോകുക. പല രോഗങ്ങളാൽ പിടിക്കപ്പെട്ട അനേകരുടെ മുമ്പിൽ നീ ജയാളിയായി മാറുവാൻ പോകുക. നീ രോഗത്താൽ പിടിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലല്ല, വേദന തിന്നുന്നവരുടെ കൂട്ടത്തിലല്ല, വേദന അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിലല്ല. നോക്കിയേ, അവർ ഫറവോന്റെ അടിമകളാണ്. പക്ഷെ മോശ അടിമയല്ല. മരുഭൂമിയിലായിരിക്കാം, ആടുകളെ മേയ്ക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ മോശ അടിമയല്ല. പ്രാർത്ഥിക്കുന്ന പ്രിയരെ കേൾക്ക്. പലരും പരിഹസിക്കുന്നുണ്ട്. ഓ ഭയങ്കര പ്രാർത്ഥന, ഭയങ്കര ആരാധന, അത് എവിടെയുമുണ്ട്. പക്ഷേ നിങ്ങൾ ഒന്നിൻ്റെയും അടിമയല്ല. നിങ്ങൾ പിശാചിൻ്റെ അടിമയല്ല. നിങ്ങളെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ഉപദ്രവിക്കുവാൻ പോലും ശ്രമിക്കുന്ന ഭവനത്തിനകത്തു പോലും മാതാവേ അല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. പ്രാർത്ഥിക്കുവാൻ ഇരിക്കുമ്പോൾ ടിവിയുടെ വോളിയം കൂട്ടി വയ്ക്കുക, അപവാദം പറയുക, ബൈബിൾ പോലും വലിച്ചെറിയുന്ന തലമുറകൾ. കേൾക്ക്, നീ ഒന്നിനും അടിമയല്ല. നീ കരയുന്നുണ്ട്, നീ ഒറ്റയ്ക്കാണ്, പക്ഷേ നീ അടിമയല്ല. മോശ ഫറവോന്റെ അടിമയല്ല. മോശ മിസ്രീമിയന്റെ അടിമയല്ല. അവൻ ഭക്തരാണ്. നീ ഒന്നിൻ്റെയും അടിമയല്ല. അതെ, അടിമകളായിരിക്കുന്നവരെ പുറത്ത് കൊണ്ടുവരുവാനുള്ളവനാ ആ ബൈബിൾ വലിച്ചെറിയുന്ന, പ്രാർത്ഥിക്കുമ്പോൾ ടിവിയുടെ വോളിയം കൂട്ടി വയ്ക്കുന്ന, തെറി പറയുന്ന നിന്റെ തലമുറകളെ അധികാരത്തോടെ പുറത്ത് കൊണ്ടുവരുവാനുള്ളവളാ. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ മാതാവേ, പിതാവേ, നിങ്ങൾ നിങ്ങളുടെ തലമുറകളെ പുറത്ത് കൊണ്ടുവരുവാൻ പോകുക. സഹോദര, നമ്മുടെ പ്രിയപ്പെട്ട ഒത്തിരി പേരെ നിങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. ആമേൻ. രോഗികളായിരിക്കുന്ന ഒത്തിരി പേരെ സൗഖ്യമുള്ളവരായി നിങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. ഓ നിങ്ങളിലൂടെ എൻ്റെ കർത്താവ് അവൻ്റെ അത്ഭുതത്തെ പ്രവർത്തിക്കുക, സൗഖ്യമാക്കുന്ന അത്ഭുതം. സഹോദരി പ്രാർത്ഥിക്കുക. ആ രോഗക്കിടക്കയിലായിരിക്കുന്ന നിന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവൻ സൗഖ്യമാകുക. നിന്നെ ഒഴിവാക്കിയ, കുറ്റം പറഞ്ഞ, പരിഹസിക്കുന്ന, ഇപ്പോഴും രോഗക്കിടക്കയിൽ പോലും നിന്നെ തെറി പറയുന്ന നിന്റെ ഭർത്താവിനെ പുറത്ത് കൊണ്ടുവരുവാൻ നീ ദൈവശബ്ദം കേൾക്കുക. അതുകൊണ്ടാണ് നീ ദൈവശബ്ദം കേൾക്കുന്നത്. അവരെ നീ പുറത്ത് കൊണ്ടുവരിക. ആ പ്രിയപ്പെട്ടവരെ നീ പുറത്ത് കൊണ്ടുവരിക. ഓ ആമേൻ. മുൻപിൽ നിൽക്കാനാണെന്നേ, പലർക്കും ഒപ്പം നിൽക്കാനല്ല, സഹായിക്കേണ്ടവരും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് നിന്റെ ബിസിനസ്സിനെ ഒന്ന് വളർത്തി വലുതാക്കേണ്ടവർ.
നിന്റെ കൂടെ നിൽക്കേണ്ടവർ. അങ്ങനെ അവർക്കൊപ്പം നിൽക്കാനല്ല, മുൻപിൽ നിന്ന് ചിലതിൻ്റെ കടിഞ്ഞാണ് ഏറ്റെടുക്കുവാൻ, അധികാരിയായി മാറുവാൻ, ദൂത ആ സ്ഥാപനം നിൻ്റേത് മാത്രമായി തീരുവാൻ, യേശുവിൻ നാമത്തിൽ അതിന് തക്കവണ്ണം ചിലർ നിന്നെ വിട്ട് ഓടിപ്പോകുന്നു. അവർ വിചാരിക്കുന്നു അവർ ഒഴിവാക്കുന്നു. ഞാൻ പറയും അവർ ഓടിപ്പോകുക. നിന്റെ അടുത്ത് നിൽക്കുവാൻ കഴിയാതെ അവർ ഓടിപ്പോകുക. തിരിച്ചറിയ്, കൊട്ടാരത്തിൽ നിന്ന് മരുഭൂമിയിലെത്തിയ മോശയുടെ അവസ്ഥയായിരിക്കാം. കടമാണ്, ദാരിദ്ര്യമാണ്, ഒന്നുമില്ല. പക്ഷേ നിന്നെ കർത്താവ് ചിലരുടെയൊക്കെ അധികാരിയാക്കി മാറ്റും, ചിലതിൻ്റെയൊക്കെ അധികാരിയാക്കി മാറ്റും. നിന്നെ മടക്കി വരുത്തും. ഒരു മടങ്ങി വരവുണ്ട്. ആ സ്ഥാപനം കടത്തിലായി പൂട്ടിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആ സ്ഥാപനത്തിനൊരു ഉദ്ധാരണമുണ്ട്. നിന്റെ പ്രവർത്തനങ്ങൾക്കൊരു ഉദ്ധാരണമുണ്ട്. ശുശ്രൂഷക, നിന്റെ സഭയ്ക്കൊരു അഭിവൃദ്ധിയുണ്ട്. നിന്റെ സഭയ്ക്കൊരു ഉദ്ധാരണമുണ്ട്. ഒറ്റപ്പെടുത്തി എല്ലാവരും ഓടിപ്പോയതേ, ഇനി അപ്പന് കുറച്ച് നിന്നോട് സംസാരിക്കാനുണ്ട്. താങ്ക് ഗോഡ്. ഒരു അധികാരത്തിൻ്റെ ശുശ്രൂഷ. യേശുവിൻ നാമത്തിൽ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട ചിലതിനെ പുറത്തു കൊണ്ടുവരുന്ന അധികാരത്തിൻ്റെ ശുശ്രൂഷ, ചില കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങളെ ഇളക്കുന്ന അധികാരത്തിൻ്റെ ശുശ്രൂഷ, ചില കയ്യാമങ്ങളെ പൊട്ടിക്കുന്ന അധികാരത്തിൻ്റെ ശുശ്രൂഷ, ചില കല്ലുരുട്ടി മാറ്റുന്ന അധികാരത്തിൻ്റെ ശുശ്രൂഷ. അതേ, ആ അത്ഭുതത്തിന് പങ്കാളിയാക്കുവാൻ, കർത്താവിൻ്റെ നാമത്തിൽ ആ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കർത്താവിന് നിന്നോട് സംസാരിക്കേണ്ടതുണ്ട്. റെഡിയാണോ സംസാരിക്കുവാൻ? ഈ ഒറ്റപ്പെടലും ഏകാന്തതയും മറ്റുള്ളവർ മാറ്റിവിട്ട, ഒഴിവാക്കി കളഞ്ഞ ആ അവസ്ഥയും തകർന്നു പോകുവാനല്ല, ഒറ്റയ്ക്കായി ആത്മഹത്യ ചെയ്യുവാനല്ല, അതേ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, കാത് കൂർപ്പിക്കുവാനാ, അവനായി അവങ്കിലേക്ക് നോക്കുവാൻ വേണ്ടിയാ. അവന് നിങ്ങളോട് സംസാരിക്കുവാനുണ്ട്. മടക്കി വരുത്തും. മോശയെ പോലെ അവൻ നിങ്ങളെ പ്രയോജനപ്പെടുത്തും. വെറുതെ അല്ല അവർ ഒറ്റപ്പെടുത്തിയത്. ഒറ്റപ്പെട്ടവരെ, തള്ളിക്കളയപ്പെട്ടവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ. നമ്മളെ കർത്താവ് പ്രയോജനപ്പെടുത്തും. എന്നെ പ്രയോജനപ്പെടുത്തിയ കർത്താവ് എല്ലാവരും ഒഴിവാക്കിയപ്പോഴും, വേണ്ടെന്ന് വെച്ചപ്പോഴും, കുറ്റം പറഞ്ഞ്, പരിഹസിച്ച്, നിന്ദിച്ച്, അപമാനിച്ച്, ഇപ്പോൾ സന്തോഷമാണ്. അവർ അപമാനിച്ചതിനായി, അവർ നിന്ദിച്ചതിനായി, ഒഴിവാക്കിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഒഴിവാക്കപ്പെട്ട, നിന്ദിക്കപ്പെട്ട, പരിഹസിക്കപ്പെടുന്ന, അപമാനിക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് സംസാരിക്കുവാൻ കർത്താവ് എന്നെ ശക്തീകരിക്കുന്നു. അതേ, അനേകർക്ക് ആശ്രയവും അനേകർക്ക് അനുഗ്രഹവും നന്മയുമായി നിങ്ങൾ മാറുവാൻ പോകുക. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാ വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ട് തളർന്ന് നിരാശയോടെ ആയിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ റെഡിയാകുക. ആ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ഒരുക്കമുള്ളവരാക്കുവാൻ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. എന്നാ കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം അടിയൊരൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇത് ഇവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമാകുവാൻ തക്കവണ്ണം അങ്ങയുടെ സാന്നിധ്യം ഇവരെ അങ്ങ് മൂടി മറച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ആ ആശുപത്രിക്കകത്ത്, ആ ഭവനത്തിനകത്ത് പ്രാർത്ഥിച്ച് രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. രോഗം മുഖാന്തരം ബാധിക്കപ്പെട്ടവർ, ചികിത്സയ്ക്കായി ക്യാഷ് അന്വേഷിച്ചായിരിക്കുന്നവർ പ്രാർത്ഥിക്ക്. യേശുവിൻ നാമത്തിൽ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം വിടുതലായി ചലിക്കുക. സൗഖ്യമാ. യേശുപ്പാ, സന്ദർശിക്കുന്ന കൃപയ്ക്ക് യേശുവേ സൗഖ്യമാക്കണമേ. രാജാവേ, മനസ്സലിയണം. യേശുപ്പാ, യേശുവേ, പ്രിയപ്പെട്ടവരെ അങ്ങ് പുറത്തു കൊണ്ടുവരണമേ. ഇപ്പോൾ ഇവരെ അങ്ങ് സൗഖ്യമാക്കിയ കൃപയ്ക്കായി, വിട്ടുമാറാതെ വെളിപ്പെട്ടുന്ന സകല രോഗബന്ധനവും വിട്ടുമാറിയ കൃപയ്ക്കായി സ്തോത്രം. ചിലർ ജോലിക്ക് പോകാൻ തുടങ്ങിയ പ്രാർത്ഥിച്ചാട്ടെ, പുറത്തു വരിക. രോഗമുഖാന്തരം പഠനം തകർന്നുപോയ മക്കൾ, അവിടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുക. സ്തോത്രം. കടത്തിലായിപ്പോയ കുടുംബങ്ങൾ തിരികെ വരിക. സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുക. എല്ലാ രോഗബന്ധനവും മാറിപ്പോവുക. വർഷങ്ങൾ പഴക്കമുള്ള രോഗങ്ങൾ, ഷുഗർ ലെവൽ കൺട്രോൾ ആകുക, കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ആകുക. യേശുവിൻ നാമത്തിൽ തൈറോയിഡുകൾ മാറിപ്പോകുക. ആ തൈറോയിഡ് മുഴ പ്രാർത്ഥിക്കുക സഹോദരി. യേശുവിൻ നാമത്തിൽ അത് പൊഴിഞ്ഞു പോകുക. യേശുപ്പാ, അങ്ങതിനെ നീക്കിയ കൃപയ്ക്കായി നന്ദിയപ്പാ. താങ്ക് യു ലോർഡ്. ഡിപ്രഷനുകൾ, ഉറക്കമില്ലായ്മകൾ എല്ലാം മാറിപ്പോകട്ടെ. പൈശാചികമായ രോഗങ്ങൾ, രോഗത്തിൻ്റെ ബാധിപ്പുകൾ മാറിപ്പോകട്ടെ. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. ജോലികളില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. പുതുവഴികൾ തുറക്കപ്പെടുകയാണ്. ഒറ്റപ്പെടുത്തി
ഓടിക്കുവാൻ നോക്കുന്നവരുടെ മധ്യത്തിൽ കർത്താവ് നിങ്ങളെ ഉറപ്പിക്കുക. പ്രാർത്ഥിക്കുക, യേശുപ്പാ ഇവരോട് കൂടിയിരിക്കണമേ, അപ്പാ ഇവരോട് മനസ്സലിയണമേ, യേശുവേ കുറവുകളെ കണക്കിടാതെ അവിടെ അങ്ങ് മാനിക്കണമേ അപ്പാ, ആ സ്ഥാപനത്തിൽ അങ്ങ് മാനിച്ചുയർത്തപ്പാ, ശമ്പളം കിട്ടട്ടെ, ശമ്പള കുടിശ്ശികൾ ലഭിക്കട്ടെ, തടഞ്ഞു വെക്കപ്പെടുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ, യേശുവേ പുതിയ ജോലികൾ ലഭിക്കട്ടെ, അപ്പോയിൻമെന്റ് ലെറ്ററുകൾ കൈനീട്ടി വാങ്ങട്ടെ. പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആ കോൾ വരിക. യേശുവിൻ നാമത്തിൽ വഴികൾ തുറന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, എല്ലാ കടഭാരങ്ങളും മാറട്ടെ യേശുവേ. കടക്കാരായി ഇവർ തകർന്നു പോകുവാൻ അനുവദിക്കരുത്. നിരാശകൾ മാറട്ടെ, ഭയപ്പാടുകൾ മാറട്ടെ, പുതുവഴികൾ തുറക്കപ്പെടുന്ന കൃപയ്ക്കായി. പലിശക്കടങ്ങൾ ചില പലിശക്കടങ്ങൾ മാറിപ്പോവുക, പലിശ വേണ്ട എന്ന് സാവകാശം തരിക, തവണകളായി കൊടുത്തു തീർക്കുവാൻ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കാൻ. ചിലരുടെ കഠിനപ്പെട്ടു പോയ ഹൃദയങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഉരുകുവാൻ പോവുക. ചിലർ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക. ആ ബാങ്കിനകത്ത് സഹോദരി, ചിലർ നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ പോവുക. ആ കോടതിക്കകത്ത് സഹോദര നിങ്ങൾക്ക് വേണ്ടി ചിലർ സംസാരിക്കുവാൻ പോവുക. നിങ്ങളുടെ അവകാശങ്ങളെ കവർന്ന ശത്രുവിൽ നിന്ന് അത് തിരികെ ലഭിക്കുവാൻ, നന്മകൾ നിങ്ങളിലേക്ക് വരുവാൻ ചിലർ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക. പ്രാർത്ഥിക്കുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ, ആരും മൗനമായിരിക്കരുതേ. പ്രാർത്ഥിച്ചാട്ടെ യേശുവിൻ നാമത്തിൽ. കുടുംബജീവിതങ്ങളെ തകർത്ത് കളയുന്ന വെല്ലുവിളികൾ മാറിപ്പോവുക, ആ ഒറ്റപ്പെടലുകൾ മാറുക, സ്നേഹവും ഐക്യതയും ഉണ്ടാകുക. ഭർത്താവിനൊപ്പം ഭാര്യയ്ക്കൊപ്പം ചേർന്ന് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. തലമുറകളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുക. അവിടെ വിദ്യാഭ്യാസത്തിന് വേണ്ടത് കർത്താവ് നിങ്ങളുടെ കരങ്ങളിൽ തരിക. റിസൾട്ട് ഉണ്ടാകുക. മത്സര പരീക്ഷകളിൽ കാത്തിരിക്കുന്ന തലമുറകൾ റിസൾട്ട് ഉണ്ടാകുക. ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കപ്പെടുക. താങ്ക് ഗോഡ്. എല്ലാ രോഗങ്ങളും, കുഞ്ഞുങ്ങൾക്കുള്ള രോഗങ്ങൾ മാറിപ്പോവുക. അച്ചടക്കവും അനുസരണമുള്ളവരായ മക്കൾ വളരുക. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. വലുതും ചെറുതുമായ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും നടത്തപ്പെടുന്ന സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പുതിയ കോൺട്രാക്റ്റുകൾ ഉണ്ടാകട്ടെ. വിദേശത്ത് ജോലി സംബന്ധമായി വിസ പ്രോബ്ലങ്ങളിലായിരിക്കുന്നവർ, പാസ്പോർട്ടിൻ്റെ പ്രശ്നങ്ങളിലായിരിക്കുന്നവർ, പൈസകൾ പലതിനുമായി ചിലവഴിച്ചു തിരികെ കിട്ടാതെ ആയിരിക്കുന്നവർ, താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. സ്വന്തം ഭവനം എന്ന വാഗ്ദത്തം നിറവേറട്ടെ. യേശപ്പാ സ്വന്തം ഭവനങ്ങളിൽ പാർത്ത് അങ്ങയെ സ്തുതിച്ച് ദേശത്തിൽ അങ്ങയുടെ നാമം ഉയർത്തട്ടെ. സ്തോത്രം. യേശുവിൻ നാമത്തിൽ വാഹനങ്ങൾ വാങ്ങട്ടെ, വസ്തുക്കൾ വാങ്ങട്ടെ, ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും, മുൻപിൽ നിർത്തി മാനിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.